അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കില്ലേ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 2 പിടി തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് 125 ml കപ്പിൽ 1.5 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ തേങ്ങയും ഈ ഒരു ഗോതമ്പ് പൊടിയും ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത് നമ്മൾ മിക്സാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരു 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഒരുപാട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ആ തേങ്ങയും ഈ ഒരു പൊടിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതാ നമ്മളിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിതാ ചെറിയൊരു നനവോട് കൂടിയാണ് ഇത് കിട്ടുക കേട്ടോ. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു നനവുണ്ടാവും കേട്ടോ, അല്ലാതെ നല്ല പോലെ ഒന്നും നനവുണ്ടാവില്ല. ഇതാ കണ്ടോ, ഈ ഒരു ഇങ്ങനെ അമർത്തുമ്പോൾ നമുക്കത് ഇങ്ങനെ അമ്പി നിൽക്കണ ആ ഒരു രീതിയിലാണ് ഇതുണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ 125 ml കപ്പിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം ഇതിലേക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ഏകദേശം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും ചെറിയൊരു ഒന്നുകൂടി സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ചപ്പാത്തിൻ്റെ അത്രയും ടൈറ്റുള്ള മാവല്ല നമുക്കിതിന് വേണ്ടത്. ഞാനെടുത്ത ഒരു 1/4 കപ്പ് വെള്ളവും നമ്മൾ ഇതിലേക്ക് മൊത്തമായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു രീതിക്കുള്ള മാവാണ് നമുക്കിത് വേണ്ടത്. പിന്നെ ഒരുപാട് ടൈമൊന്നും നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ആയാൽ മതി. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പീസ് ചിക്കൻ എല്ലില്ലാതെ നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ടാണ് നമ്മളിത് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല പൊടി പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് മുട്ട വറുത്ത് കൂട്ടാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലൻ്റെ പൊടിയും ഗരം മസാലയും കൂടി 3ഉം കൂടെ ചേർത്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3ഉം 1/4 ടീസ്പൂൺ വീതമാണ്.
മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ. എരിവിനും ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് വറവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയാണോ കുക്ക് ചെയ്യുന്നത് ആ ഒരു എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കുകയും ചെയ്യരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു എണ്ണയിൽ ഇത് നല്ലപോലെ ഒന്ന് വറവാക്കി എടുക്കണം. നമുക്കിത് മുട്ടയൊക്കെ പൊരിച്ച് നമ്മൾ ചിക്കി എടുക്കുന്ന പോലെ ആയി കിട്ടും. നമ്മൾ വളരെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടുന്നത്. നമ്മൾ മുട്ട പൊരിക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിതും വെന്ത് കിട്ടും. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഫ്ലെയിമൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. കണ്ടോ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളത് വെന്ത് കിട്ടുന്ന ടൈം വരെ ഇത്രയും ടൈം അത് നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തിയുടെ ഉരുളനോളം വലുപ്പമുള്ള ഉരുളകൾ എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഈ ഒരു മാവ് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. കണ്ടോ നല്ലൊരു കുഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കന് പകരം നിങ്ങൾക്ക് പൊട്ടാറ്റോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഇതുപോലെ ചിക്കിയെടുത്തതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ ഇതുപോലെ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നോൺ വെജ് കൂട്ടാത്തവർക്കൊക്കെ ആ ഒരു രീതിക്ക് ഫില്ലിങ് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഉരുള ആക്കിയിട്ടുണ്ട്. നല്ല പോലെ അത് ഇങ്ങനെ ഉരുളാക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നല്ല ബോൾ പരുവത്തിൽ കിട്ടും. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. കാരണം ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഇത് പൊങ്ങി വരാനൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് മറിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. എണ്ണ അത്യാവശ്യം ഒരു മീഡിയം ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് മാറിപ്പോകും. ആ ഒരു ബോൾ പരുവത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗവും അങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഉരുട്ടി വേണം ഇതിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടി ഒന്ന് ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഇത്രയും ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ആ ഒരു രീതിക്ക് ആവണ വരെ നമ്മൾ ഇത് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗം നമുക്ക് നല്ലപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബോൾ പരുവത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടീനെക്കാട്ടിലും അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുന്നത്. ഈ ഒരു അളവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. കണ്ടോ നല്ല വൃത്തിയായിട്ടുള്ള ഒരു പലഹാരം അപ്പോൾ നമുക്ക് കിട്ടും. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഓരോന്നും ആകുമ്പോഴേക്കും മറ്റേ ഉരുള അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. ഒന്നിച്ച് ആക്കി വെച്ചാലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിങ്ങിന് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ടൈം കൺസ്യൂം ആവാതെ തന്നെ നമുക്ക് നമ്മുടെ സ്നാക്കും റെഡിയായി കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ മുഴുവൻ സ്നാക്കും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 എണ്ണമാണ് നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാവുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവിനനുസരിച്ച് നമുക്ക് 6 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഐറ്റംസ് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു 6 സ്നാക്കും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനും അതേപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.